അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് പെഡഗോജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇന്നും അതേപോലെ തന്നെ നമ്മൾ 2025 24 കേട്ടറ്റ് 3 and 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് സ്കിൽസ്, മഹാറാത്തു ലോവിയ അല്ലെങ്കിൽ മഹാറാത്തു ലോഹ ലാംഗ്വേജ് സ്കിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ PYQ നോക്കുന്ന ടൈമിൽ 2022-23 ക്വസ്റ്റ്യൻസ് കുറവാണ്. ബട്ട് 24-25 ഇപ്പം കഴിഞ്ഞ കേട്ടറ്റിലൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് തുടങ്ങല്ലേ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ മഹാറാത്തു ലോവിയ അത് 4 ലിലോത്തി അർബാവ് മഹാറാത്ത് എന്നാണ് നമ്മൾ പറയല്. ലാംഗ്വേജിന് 4 സ്കിൽസുകളാണുള്ളത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ LSRW എന്ന് പറയും. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പം നമ്മൾ ലിലോത്തി അർബാവ് മഹാറാത്തിനാണ്. അതിൽ ഫസ്റ്റ് സ്കില്ല് അൽ ഇസ്തിമാ ആണ്, ലിസണിങ് ആണ്. സെക്കൻഡ് അത്തഹദ്ദുസ് ആണ്, സ്പീക്കിംഗ് ആണ്. തേർഡ് അൽ ഖിറാഅ, റീഡിംഗ് ആണ്. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വരുന്നത് അൽ കിതാബ, റൈറ്റിംഗ് ആണ്. ഈ ഒരു 4 സ്കിൽസിലൂടെ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു 4 സ്കിൽസിനെ നമ്മൾ 2 ടൈപ്പ് ആക്കി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഈ 4 സ്കില്ലിനെ 2 ടൈപ്പ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മഹാറത്തുൽ ഇസ്തിഖ്ബാൽ ആണ്, രണ്ടാമത് വരുന്നത് അൽ മഹാറാത്തുൽ ഇൻതാജിയാണ് വരുന്നത്. അപ്പൊ എന്താണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ? മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് റിസീവ് ചെയ്യുന്ന സ്കിൽസുകളാണ് മഹാറത്തുൽ ഇസ്തിഖ്ബാൽ. അപ്പൊ നമ്മൾ 4 സ്കില്ലുകൾ പഠിച്ചു. അതിൽ 4നും ഏത് സ്കില്ലിലൂടെയാണ് നമ്മൾ ലാംഗ്വേജ് നേടുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇക്തിസാബ് ചെയ്യുന്നത് ഏത് സ്കിൽസിലൂടെയാണ്? അപ്പൊ നമുക്കറിയാം ഇസ്തിമാ ഒരു മഹാറത്തുൽ ഇസ്തിഖ്ബാൽ ആണ്, റിസപ്റ്റീവ് സ്കില്ലാണ്. കാരണം നമ്മൾ കേട്ടാണ് നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ കഴിയും. പിന്നെ രണ്ടാമത് വരുന്നത് ഖിറാഅയാണ് വരുന്നത്, റീഡിങ്. അതായത് വായിച്ചാണ് നമുക്ക് ലാംഗ്വേജ് നേടാം, ഒരു ഭാഷ നേടാൻ കഴിയും. അപ്പം ഇതാണ് മഹാറത്തുൽ ഇസ്തിഖ്ബാൽ. ഫസ്റ്റ് ടൈപ്പ് മഹാറത്തുൽ ഇസ്തിഖ്ബാൽ ആണ്, റിസപ്റ്റീവ് സ്കില്ല്. അതിൽ വരുന്നത് ഇസ്തിമാ, ഖിറാഅയാണ് വരുന്നത്. ഓക്കെ. സെക്കൻഡ് വരുന്നത് അൽ മഹാറാത്തു അൽ ഇൻതാജിയാണ് വരുന്നത്, പ്രൊഡക്റ്റീവ് സ്കിൽസ്. അതായത് നമ്മൾ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്ന 2 സ്കിൽസുകളാണ് പ്രൊഡക്റ്റീവ് സ്കിൽസ്. അത് തഹദ്ദുസ്, നമ്മൾ ഇസ്തിമായിലൂടെയും ഖിറായിലൂടെയും നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്തു. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അത്തഹദ്ദുസ് എങ്ങനെയാണ്, സ്പീക്കിങ്ങിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യും. പിന്നെ രണ്ടാമത് വരുന്നത് അൽ കിതാബ, റൈറ്റിംഗ് ആണ്. നമ്മൾ റൈറ്റിങ്ങിലൂടെയും ആ ഒരു ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഹലോ. അതെ, ഈ ഒരു ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മഹാറാത്തുൽ ഇൻതാജിയ അത് ഏതാണ്? ഈ 4 സ്കില്ല് തരും, അതിൽ മഹാറാത്തുൽ ഇൻതാജി ഏതാണ്, മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ ഏതാണ്? അപ്പൊ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി 4 സ്കില്ല് എന്താണ്. അതിൽ ഫസ്റ്റ് സ്കില്ലാണ് അൽ ഇസ്തിമാ, ലിസണിങ് ആണ് വരുന്നത്. അത് ഫസ്റ്റ് സ്കില്ലാണ്. പിന്നെ അത് എന്താണ്? ഹിയ ഖുദ്റത്തുൻ അലാ ഫഹ്മി അൽ ലുഗത്തുൽ മൻതൂക. അത് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കുന്ന ആ ഒരു ഖുദ്റത്താണ് ഇസ്തിമാ. അല്ല, ഇപ്പൊ നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് അത് കേൾക്കാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഇസ്തിമാ. ഓക്കെ. രണ്ടാമത് വരുന്നത് അത്തഹദ്ദുസ് ആണ്. തഹദ്ദുസ് ആണ് സ്പീക്കിംഗ്. നമ്മൾ വേർഡ്സ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്കില്ലാണ് തഹദ്ദുസ്. പിന്നെ തേർഡ് വരുന്നത് അൽ ഖിറാഅ നമുക്കറിയാം, എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, വായിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഖിറാഅ. അപ്പം ഇതാണ് ഫസ്റ്റ് ഇസ്തിമാ, സെക്കൻഡ് തഹദ്ദുസ്, തേർഡ് ഖിറാഅ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഖിറാഅയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്പുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ അൽ ഖിറാഅത്തു അൽ ജഹ്രിയ, പിന്നെ ഖിറാഅത്തു സാമിത, പിന്നെ ഖിറാഅത്തുൽ മുഖസ്സഫ, പിന്നെ അൽ ഖിറാഅ അൽ മുവസ്സഅ. അതിൽ ഒന്നാമത്തത് അൽ ഖിറാഅത്തുൽ ജഹ്രിയ. അതെന്താണ് ഖിറാഅത്തുൽ ജഹ്രിയ? അത് ലൗഡർ റീഡിംഗ് ആണ്.
അതായത് നമ്മൾ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ കുറച്ച് സൗണ്ടോട് കൂടി ഹർഫുകളൊക്കെ മഹ്റജ് ഉച്ചരിച്ചുകൊണ്ട് പിന്നെ അതേപോലെ ഒരു തെറ്റും കൂടാതെ വ്യക്തമായിട്ട് വായിക്കുന്ന ആ ഒരു ടൈപ്പാണ് അൽ ഖിറാഅത്തുൽ ജഹ്രിയ. അത് സൗണ്ടിൽ വായിക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ടിൽ കുറച്ച് സൗണ്ടോട് കൂടി വ്യക്തമായിട്ട് ഒരു മിസ്റ്റേക്കും കൂടാതെ ഹർഫുകൾ മഹ്റജിൽ ഒന്ന് ഉച്ചരിച്ചുകൊണ്ട് വായിക്കുന്ന ആ ഒരു വായനയാണ് അൽ ഖിറാഅത്തു അൽ ജഹ്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത്തെ ഇനാണ് അൽ ഖിറാഅത്തു അൽ സോമിത, സൈലന്റ് റീഡിങ്. അത് പറയുന്നത് ഹിയ ഖിറാഅത്തും ബിൽ ഐനൈനി ഫഖത്ത്, കണ്ണുകൾ കൊണ്ട് മാത്രം വായിക്കുന്ന രീതിയാണ്. സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്ന, കണ്ണുകൾ കൊണ്ട് മാത്രം, നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അതാണ് അൽ ഖിറാഅത്തു സാമിത്ത, സൈലന്റ് റീഡിങ്. ഈ അൽ ഖിറാഅത്തുൽ ജഹ്രിയ നമുക്കറിയാം ഇതുപോലെ LP തലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണത്. കുട്ടികളുടെ മിസ്റ്റേക്ക് കണ്ടെത്താനും അതേപോലെ തന്നെ ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാനും അത് സഹായിക്കുന്നു. പിന്നെ അതേപോലെ ഖിറാഅത്തു സാമിത്ത ഹയർ സ്റ്റഡീസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന റീഡിംഗ് ടൈപ്പാണ് അൽ ഖിറാഅത്തു സാമിത്ത. പിന്നെ അൽ ഖിറാഅത്തുൽ മുകസ്സഫ, അൽ ഖിറാഅത്തുൽ മുവസ്സഅ. അൽ ഖിറാഅത്തു അൽ മുകസ്സഫ ഇന്റൻസീവ് റീഡിങ്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അൽ ഖിറാഅത്തുൽ മുകസ്സഫ ഇന്റൻസീവ് റീഡിങ് നമ്മൾ ക്ലാസ് റൂമുകളിൽ ഫോളോ ചെയ്യുന്ന ഒരു റീഡിംഗ് മെത്തേഡാണ് അൽ ഖിറാഅത്തുൽ മുകസ്സഫ. അതായത് ഒരു ചെറിയ ഭാഗം വ്യക്തമായിട്ട് ഒരു ഖിറാഅത്തുൽ ജഹ്രിയ ഫോളോ ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വായിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ് ഖിറാഅത്തുൽ മുകസ്സഫ. അപ്പൊ നമ്മൾ അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതോടൊപ്പം മിസ്റ്റേക്ക് ഇല്ലാതെ സൗണ്ടുകളും ഹർഫുകളും കെലിമത്തുകളൊക്കെ ഉച്ചരിക്കുക എന്നാണ് അവിടെ മെയിൻ ഉദ്ദേശം വരുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമുകളിൽ ഇപ്പൊ പോയം വായിക്കുക, അതേപോലെ തന്നെ ചില ടെക്സ്റ്റ് നോട്ട് വായിക്കുക, അതൊക്കെ ഇതിൽ പെട്ടതാണ്. എന്നാൽ ഖിറാഅത്തുൽ മുവസ്സഅ എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിന്റെ പുറത്ത് നടക്കുന്നതാണ്. അതായത് ഒരു വലിയ ടെക്സ്റ്റ് കുറഞ്ഞ സമയത്തിൽ വായിക്കുക. അതായത് അവിടെ ഉദ്ദേശം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ല, അവിടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുക, ഒന്ന് അതിനെ ജനറലൈസ് ചെയ്ത് അത് മനസ്സിലാക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോവലുകൾ വായിക്കുന്നതൊക്കെ അൽ ഖിറാഅത്തു അൽ മുവസ്സഅയിൽ പെടും. എന്നാൽ നമ്മൾ ക്ലാസ്സിൽ ടെക്സ്റ്റുകൾ വായിക്കുക, നോട്ടുകൾ വായിക്കുക, അതൊക്കെ ഇന്റൻസീവിൽ വരും. എന്നാൽ നോവൽസ്, അതേ പോയം, സ്റ്റോറീസ് ഒക്കെ വായിക്കുന്നത് എക്സ്റ്റൻസീവ് റീഡിങ്ങിൽ പെടും. ഈ 4 ടൈപ്പ് മനസ്സിലായോ? ഹലോ ടീച്ചറെ, ഈ അറബി വായിച്ചിട്ട് അതിന്റെ അർത്ഥം അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഓക്കെ, ആദ്യം മുതൽ പറയണോ? ഇപ്പൊ ഈ ഖിറാഅത്തുൽ മുകസ്സഫ മുവസ്സഅ രണ്ടും പറഞ്ഞു. ഓക്കെ ഓക്കെ, മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. അൽ ഖിറാഅത്തു അൽ മുകസ്സഫ അല്ലെങ്കിൽ മുറക്കസ ഇന്റൻസീവ് റീഡിംഗ് ഫിമാ യഗ്തനി അൽ മുഅല്ലിമു ബിതൻമിയതി ഖുദ്റത്തി ത്വാലിബി അലാ ഫഹ്മി അത്തഫ്സീലി ലിമാ യഖ്റഉഹു വതഹ്സീനി മഹാറത്തുൽ ജഹ്രിയ ലദൈഹി മിൻ നുത്ഖിൻ സഹീഹിൻ അസ്വാത്ത് വൽ കലിമാത്ത്. ഇവിടെ പറയുന്നത് ബിമാ യഗ്തനി അൽ മുഅല്ലിം, ടീച്ചർ പരിഗണിക്കുന്നത് ബി തൻമിയതി ഖുദ്റത്തി ത്വാലിബ, അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ അല ഫഹ്മിയ തഫ്സീൽ ഡീറ്റെയിൽ മനസ്സിലാക്കുന്ന ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു മെത്തേഡ് ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ലമൈക്രഹുവ തഹ്സീൻ മഹാറത്തുൻ ജഹ്രിയ, അതേപോലെ തന്നെ സൈലന്റ് ലൗഡർ റീഡിങ് ഇംപ്രൂവ് ചെയ്യാനും, കുട്ടികളുടെ ഇടയിൽ ലൗഡർ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാനും, മിന്നുത്തക്കി സഈഹിൽ അസ്വാത്ത് വൽ കലിമാത്ത്, അതായത് ശരിയായിട്ട് വേർഡ്സുകളും ഹർഫുകളും ഉച്ചരിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിൽ ലൗഡർ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റൻസീവ് റീഡിംഗ്. മനസ്സിലായോ? അതായത് ക്ലാസ് റൂമുകളിൽ നമ്മൾ ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നതാണ്. അവിടെ ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ഉറക്കെ വായിക്കാൻ പറയും. അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളിലുള്ള ആ ഒരു
ഖിറാഅത്ത് മെച്ചപ്പെടുത്തുക, അതേപോലെ തന്നെ തെറ്റുകളൊന്നും ഇല്ലാതെ വ്യക്തമായിട്ട് ഹർഫുകളും കെലിമത്തുകളൊക്കെ ഉച്ചരിക്കാൻ കുട്ടികളെ പ്രാപ്തനാക്കുക. അതല്ല ഇവിടെ ഉദ്ദേശം, മെയിൻ ഉദ്ദേശം അല്ലേ? അതെ. അതാണ് ഇന്റൻസീവ് റീഡിങ്. എന്നാൽ അൽ ഖിറാഅത്തുൽ മുവസ്സഅ അല്ലെങ്കിൽ അൽ ഹുറ എക്സ്റ്റൻസീവ് റീഡിംഗ് തഅ്തമിദു അലാ ഖിറാഅത്തിൻ നുസൂസിൻ തവീല യുതാലിഉഹ ത്വാലിബു ഖാരിജ സഫി. അത് തഅ്തമിദു, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു, അലാ ഖിറാഅത്തി അൻ നുസൂസ് തവീല, അതായത് നീണ്ടിട്ട് ഒരു ലോങ് ടെക്സ്റ്റ് റീഡിംഗ് ആണ്. യുതാലിഉഹ ത്വാലിബു ഖാരിജ സഫി, അതായത് ക്ലാസ് റൂമിന് പുറത്തിലെ കുട്ടികൾ ഒരു വലിയ ഭാഗം വായിക്കുന്ന ആ ഒരു മെത്തേഡാണ് എക്സ്റ്റൻസീവ് റീഡിംഗ്. ബി തൗജീഹി മിനൽ മുഅല്ലിമി വ തുനാക്കിഷു അഹം അഫ്കാറുഹ ദാഇല സൗഫി ലി തഅമീക്കിൽ ഫഹ്മ. അത് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ടെക്സ്റ്റ് വായിക്കുന്ന, ക്ലാസ് റൂമിന് പുറത്ത് വായിക്കുന്ന ആ ഒരു മെത്തേഡാണ് അൽ ഖിറാഅത്തുൽ മുവസ്സഅ എക്സ്റ്റൻസീവ്. അവിടെ അതിനുശേഷം ക്ലാസ് റൂമുകളിൽ അതിന്റെ മെയിൻ പോയിന്റ് ക്ലാസ് റൂമുകളിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലായോ? അല്ല, ഇവിടെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അൽ ഖിറാഅത്തുൽ മുകസ്സബ ഇന്റൻസീവ് ക്ലാസ് റൂമിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അവിടെ മെയിൻ അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ടെക്സ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് വായിക്കുന്ന പ്രക്രിയയാണ് അൽ ഖിറാഅത്തുൽ മുകസ്സബ. എന്നാൽ എക്സ്റ്റൻസീവ് എന്ന് പറയുമ്പം ആ ഒരു ക്ലാസ് റൂമിന് പുറത്താണ് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം ടെക്സ്റ്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിക്കുന്നതാണ്. അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിന് മെയിൻ പോയിന്റ്സ് മനസ്സിലാക്കുക. അപ്പൊ റീഡിങ്ങിന്റെ ടൈപ്സ് മനസ്സിലായില്ലേ? ഇന്റൻസീവ് റീഡിങ്ങിൽ ടീച്ചറെ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റിൽ എക്സ്ട്രാ വായനക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലെ അധ്യാപകര്? ടെക്സ്റ്റ് ബുക്കിലായതുകൊണ്ട് തന്നെ കൊടുക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമുകളിൽ ഫോളോ ചെയ്യൂലേ. ഇപ്പൊ കുട്ടികളോട് ഉറക്കെ നമ്മൾ LP തലങ്ങളിൽ നോക്കിയാൽ മതി, ടെക്സ്റ്റ് ഒക്കെ ഉറക്കനെ വായിപ്പിക്കൂലേ കുട്ടികളോട്, അല്ലേ? ഇപ്പൊ നമ്മൾ അറബിക്കിന്റെ തന്നെ ഒരു വായിക്കും. അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളിൽ ആ ഒരു കഴിവ് വായിക്കാനുള്ള ആ ഒരു എബിലിറ്റി വർദ്ധിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുക. പിന്നെ അവരുടെ ആ ഒരു മഹ്റജൊക്കെ ക്ലിയർ ആക്കുക, വ്യക്തമാക്കുക. അതല്ലേ ഇവിടെ, അല്ലെ? എന്നാൽ ഈ എക്സ്റ്റൻസീവ് എന്ന് പറയുമ്പോൾ എക്സ്റ്റൻസീവ് അഡീഷണൽ ആയിട്ട് ടീച്ചേഴ്സ് കൊടുക്കുന്നതാണ്. പിന്നെ അത് ക്ലാസ് റൂം അതിന്റെ മെയിൻ പോയിന്റ് മാത്രം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ നമ്മൾ 3 സ്കിൽസ് ഡിസ്കസ് ചെയ്തു. ലേണിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്. ഇനി ലാസ്റ്റതാണ് അൽ കിതാബ, റൈറ്റിംഗ്. ഹുവ വസീലത്തുൻ ലിതഅബീരി അനിൽ അഫ്കാരി വൽ മശായിരി വഗൈറുഹ ബിത്വരീഖത്തിൻ വാലിഹത്തിനാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫീലിങ്സ്, എമോഷൻസ് അതേപോലെ മറ്റും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു മീഡിയ ആണ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് 4 ടൈപ്പ് ഓഫ് സ്കിൽസ് ആണ്. LSRW, അത് ഓർക്കുക. ഫസ്റ്റ് ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ് ആണ്, പിന്നെ റീഡിംഗ് ആണ്, പിന്നെ റൈറ്റിംഗ് ആണ്. പിന്നെ അതിന്റെ 2 ടൈപ്പുകൾ പഠിച്ചു. അതിൽ മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസപ്റ്റീവ് ആണ്, ഇസ്തിമാ ഖിറാ ആണ് അതിൽ വരുന്നത്. പിന്നെ അൽ മഹാറാത്തുൽ ഇൻതാജിയ പ്രൊഡക്റ്റീവ് ആണ്, അതായത് നമ്മൾ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്ന സ്കിൽസ് ആണ്. തഹദ്ദുസ് സ്പീക്കിംഗ്, പിന്നെ അൽ കിതാബ റൈറ്റിംഗ്. പിന്നെ ഇതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് അൻവാഉൽ ഖിറാ ആണ് വരുന്നത്. അൽ ഖിറാത്തുൽ ജഹ്രിയ എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് നല്ല കുറച്ച് അത്യാവശ്യം സൗണ്ടില് മഹ്റജോട് കൂടി തെറ്റുകളൊന്നും കൂടാതെ വ്യക്തമായിട്ട് വായിക്കുന്ന ആ ഒരു റീഡിംഗ് ആണ് അൽ ഖിറാത്തുൽ ജഹ്രിയ. പിന്നെ സ്വാമിത എന്ന് പറഞ്ഞാൽ അൽ ഖിറാത്തു ബില ഐനൈനി ഫഖത്ത്, കണ്ണുകൾ കൊണ്ട് മാത്രം വായിക്കുന്ന, അവിടെ ഒരു സൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുകസ്സഫ, മുവസ്സ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഖിറാഅത്തു സ്വാമിത നമ്മള് ലൈബ്രറിയിൽ വായിക്കുന്നതായിരിക്കും അല്ലെ? ഖിറാഅത്തു സ്വാമിത നമ്മള് ലൈബ്രറിയിലൊക്കെ വായിക്കുന്ന വായന. ലൈബ്രറി, അതെ. പിന്നെ ഇപ്പൊ നമ്മളിൽ ചിലർ ഫോളോ ചെയ്യുന്നതാണ്, ചിലർക്ക് അങ്ങനെ നോക്കി വായിക്കാം. അങ്ങനെ മിണ്ടാതെ വായിച്ചാല്, അതെ, മിണ്ടാതെ വായിക്കണം. അപ്പൊ നമ്മള് ഹയർ തലത്തിലൊക്കെ അങ്ങനെയല്ലേ നമ്മള്? അതെ അതെ, മൗന വായന അല്ലെ ടീച്ചർ? മൗന വായന, സൈലന്റ് റീഡിങ്.
ഇനി നമുക്ക് PYQ ഡിസ്കസ് ചെയ്യാം. ഇത് കേട്ടറ്റ് 3 ജനുവരി 2025 വന്നതാണ്. അസുറാത്തു ഫിൽ ഹത്തി മഹാറത്തുൻ. അസുറാത്തു ഫിൽ ഹത്തി മഹാറത്തുൻ അത് ഏത് സ്കില്ലിൽ പെട്ടതാണ്? അസുറാത്തു ഫിൽ ഹത്തി അത് എഴുത്തിലുള്ള ആ ഒരു സ്പീഡ്, അത് ഏത് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഖിറാ ആണോ, ഇസ്തിമാ ആണോ, തഹദ്ദുസ് ആണോ, കിതാബാണോ? കിതാബ. അത് മനസ്സിലാക്കി നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. മഹാറത്തുൽ ഖിറാ അല്ല, ഇസ്തിമാ അല്ല, തഹദ്ദുസ് അല്ല. ഡി ആണ് ഓപ്ഷൻ, അൽ മഹാറത്തു അൽ കിതാബ. പിന്നെ ഹിയല്ലദി തുംകിനു ശഖ്സ മിൻ നുതുകിൽ ഹുറൂഫ. ഹിയല്ലദി തുംകിനു ശഖ്സ മിൻ നുതുകിൽ ഹുറൂഫ അത് ഏത് സ്കില്ലാണ്? ഹർഫുകൾ ഉച്ചരിക്കാനുള്ള കഴിവ് അത് ഏതാണ്? ഇസ്തിമാ ആണോ, കിതാബയാണോ, ഖിറാ ആണോ, തഹദ്ദുസ് ആണോ? ഡി അല്ല ഓപ്ഷന്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഹലോ, അത് മനസ്സിലായി. ഓക്കെ. അപ്പം മഹാറത്തുൽ തഹദ്ദുസ് ആണ്. നമ്മൾ ഹർഫുകൾ ഉച്ചരിക്കുന്നത് തഹദ്ദുസ് ആണ് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഖിറാഅത്തുൻ യഖൂമു അലാ നുത്ഖി ബിൽ ഹുറൂഫി വ ഇഖ്റാജുഹാ മിൻ മഖാരിജിഹ. ഇത് ഏത് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്? സൈലന്റ് ആണോ, അതോ ലൗഡർ ആണോ, സ്കാനിങ് ആണോ, സ്കിമ്മിങ് ആണോ? അതേതാണ്? അൽ ഖിറാഅത്തുൽ ജഹരി അല്ലത്? അതെ അതെ. അല്ലെ, അത് നമ്മൾ പറഞ്ഞു. ഖിറാഅത്തുൽ ജഹരി ഒരു ഇഖ്റാജുഹ മിനൽ മഖാരിജിഹ എന്ന് പറഞ്ഞാൽ അത് ഖിറാഅത്തുൽ ജഹരിയാണ്. ജഹീറിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സൗണ്ടിൽ വായിക്കുക, മഹ്റജോട് കൂടി വ്യക്തമായിട്ട് ഒരു മിസ്റ്റേക്കും കൂടാതെ. പിന്നെ അൽ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അൽ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത് അത് ഏത് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്? അതെ, ഖിറാഅത്തു സ്വാമിത. അൽ ഖിറാഅത്തു ബിൽ ഐനൈനി സൈലന്റ് റീഡിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പിന്നെ മിനൽ മഹാറാത്തി ലോവിയ അൽ ഇൻതാജിയ. ഇത് നമ്മൾ നല്ലോണം നോക്കണം, കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിന്നെ കുറച്ച് സ്കിൽസ് തരും, അത് ഇസ്തിഖ്ബാലാണോ ഇൻതാജിയാണോ? ഇതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മിനൽ മഹാറാത്തി ലോവിയ അൽ ഇൻതാജിയ. പ്രൊഡക്റ്റീവ് സ്കിൽസിൽ പെട്ടത് ഏതാണ്? തഹദ്ദുസ് കിതാബാണോ, അതോ ഇസ്തിമാഉ അൽ കലാമാണോ, അൽ കലാമു അൽ ഖിറാഅയാണോ, അൽ ഖിറാഅത്തു അൽ കിതാബയാണോ? അതെ, തഹദ്ദുസു വൽ കിതാബയാണ് വരുന്നത്. ഇസ്തിഖ്ബാല് അൽ ഇസ്തിമാഉ വൽ ഖിറാഅ അല്ലേ? പിന്നെ ഹിയല്ലദി തതതല്ലബു മിനൽ ഖാരി ഇസ്തിഖ്ദാമു ഹാസത്തുൽ ബസരി ലിയതമക്കന മിനൽ ഹുസൂലി അലൽ മഅലൂമാത്തി മിനൻ നസ്സിൽ മക്തൂബ് വ ഇസ്തിഗാബു മുഹ്തവിയാത്തിഹി. ഇതേത്? മഹാറത്തുൽ ഇസ്തിമാ ആണോ, മഹാറത്തുൽ തഹദ്ദുസ് ആണോ, മഹാറത്തുൽ ഖിറാഅ ആണോ, മഹാറത്തുൽ കിതാബാണോ? ഇതിന്റെ ആൻസർ ഏതാണ്? ഖിറാഅ ആണ്. ഇവിടെ കാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കിപ്പം ബാക്കിയുള്ള മീനിങ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കാരി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാതെ ഏതാണ്? ഖിറാ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അതായത് എഴുതപ്പെട്ട മക്തൂബ് എന്നുണ്ട്, എഴുതപ്പെട്ട ഒരു റിട്ടൺ ഭാഗങ്ങൾ മനസ്സിലാക്കുന്ന സ്കില്ലാണ് അൽ മഹാറത്തുൽ ഖിറാഅ. ഓക്കെ. പിന്നെ ലില്ലുഗത്തി ഡാഷ് മഹാറാത്തിൻ. അർബാത്തു മഹാറാത്തിനാണോ, അർബവു മഹാറാത്തിനാണോ, റാബിയോ മഹാറാത്തിനാണോ, റാബിയത്തു മഹാറാത്തിനാണോ? ഇത് അതതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതെ, ബി ആണ് ഓപ്ഷൻ. അർബവു മഹാറാത്തിനാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾ അതതിൽ 3 മുതൽ 9 വരെ ഒരു നിയമം, 1199 വരെ വേറെ നിയമമാണ്. അപ്പം ഇവിടെ 4ആണ്. പിന്നെ ഇവിടെ മഹാറത്ത് എന്ന് പറഞ്ഞാല് മുഅന്നസ് ആണ്. അപ്പൊ അവിടെ മുന്നുള്ളത് മുദക്കറായിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പം അർബഉ മഹാറാത്തിൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മാലായുല ഇമു ബി മഹാറത്തി തഹദ്ദുസ്. സ്പീക്കിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? ഈ 4 ഓപ്ഷൻ ജദ്ബു ഇന്തിബാഉ സാമഈനാണോ,
ഇസ്തിഖ്ദാമു അൽ-ലുഗത്തുൻ മുഅക്കദ. പിന്നെ സി ഇസ്തിഖ്ദാമു അൽ-ലുഗത്തുൻ ബസീത. ഡി ഇസ്തിഖ്ദാമു അൽ-അദവാത്തുൽ മുനാസബ. ഇതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഒന്ന് ജദബു ഇന്തിബാഉ സാമിഈന, ലിസണേഴ്സിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഇസ്തിഖ്ദാമു അൽ-ലുഗത്തുൻ മുഅക്കദ, ടഫ് ആയിട്ടുള്ള വേർഡ് ലാംഗ്വേജ് ഉപയോഗിക്കുക. തേർഡ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. ഫോർത്ത് വരുന്നത് സൂട്ടബിൾ ആയിട്ടുള്ള അദവാത്തുകൾ ഉപയോഗിക്കുക. ഇതിൽ ഏതാണ് തഹദ്ദുസായിട്ട് സ്പീക്കിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? മുഅക്കദ, ബി ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇസ്തിഖ്ദാമു അൽ-ലുഗത്തുൻ മുഅക്കദ, ഇതും 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇസ്തിഖ്ദാമു അൽ-ലുഗത്തുൻ മുഅക്കദ. മിസ്സി അപ്പൊ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അവിടെ? ഇസ്തിഖ്ദാമു അൽ അദവാത്തു അൽ മുനാസിബ, യോജിച്ച ടൂൾ അദവാത്തുകൾ ഉപയോഗിക്കുക. അല്ല, ഇപ്പൊ നമ്മളൊരു കാര്യങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പം നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ അതെ വ്യക്തമാക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളെ ബോഡി ലാംഗ്വേജ്, അതേപോലെ ചില വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാൽ അത് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അത് ആ ഒരു സ്കില്ലിനെ, ആ ഒരു പ്രോസസ്സിനെ ഈസി ആക്കൂലേ? മനസ്സിലായോ? ഓക്കെ. പിന്നെ അടുത്തത് ഇഖ്തറ അഷ്ശാദ ഫി തഹ്സീൻ ഇസ്തിമാഇ വത്തഹദ്ദുസ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ അതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഹുദൂർ അൽ ഫുസൂൽ മദ്ഫൂഅ കസീറൻ, അതായത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ രണ്ടാമത് വരുന്നത് മുഷാറക്കത്ത് ഫിൽ മുഹാദസ, ഈ ഒരു കോൺവെർസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക. സി ഇസ്തിഖ്ദാമു തത്ബീഖാത്തുൽ ലുഗവിയ, ലാംഗ്വേജ് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക. പിന്നെ തമാരീന ഷഫവിയ, ഓറൽ പ്രാക്ടീസ്. ഇതിൽ ഏതാണ് ഈ ഒരു മഹാറാത്തുൽ ഇസ്തിമാ വത്തഹദ്ദുസ് ഇംപ്രൂവ് ചെയ്യുക, അതുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഷാദ് ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഏതാണ്? എ ആണ്. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ലാംഗ്വേജ് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കുറെ ക്ലാസ്സിന് പങ്കെടുത്തിട്ട് കാര്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഈ ഒരു 4 സ്കിൽസ്. ഫസ്റ്റ് നമ്മൾ കേൾക്കുക, പിന്നെ അതേപോലെ തന്നെ സംസാരിക്കുക, പിന്നെ വായിക്കുക, എഴുതുക. അതിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, അല്ലാതെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അതുകൊണ്ട് നമ്മളെ പ്രാക്ടീസ് ആണ് അത് ഈസിയാക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അൽ ഇദ്റാഖു അൽ ബസരിയു ലി റുമൂസി അൽ മക്തൂബ. അൽ ഇദ്റാഖു അൽ ബസരിയു ലി റുമൂസി അൽ മക്തൂബ യുസമ്മ. വിഷ്വൽ പെർസെപ്ഷൻ ഏതാണ്? മക്തൂബ, ഏതാണ്? നമ്മൾ പറഞ്ഞു മക്തൂബ, അതായത് എഴുതപ്പെട്ട, അത് മനസ്സിലാക്കും. അതെ, മൻതൂക്ക എന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും? ഇസ്തിമ ആയിരിക്കും. ഉച്ചരിക്കപ്പെട്ടത് മനസ്സിലാക്കുന്നത് ഏതാണ്? ലിസണിങ് ആണ്. ഇവിടെ മക്തൂബ എഴുതപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്? റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മക്തൂബ എന്ന് പറഞ്ഞത്, അപ്പൊ അത് ഏതാണ്? അൽ ഖിറാഅത്ത്, റീഡിംഗ് ആണ്. മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യന്? അതേപോലെ റീഡിങ്ങിന്റെ അധികം വരുമ്പോ ബസരി വരും അല്ലേ? അതെ, ബസരി വിഷ്വൽ. ഇപ്പൊ നമ്മൾ സാമിത്ത എന്ന് പറഞ്ഞാല് കണ്ണ്, ഐനേന് മാത്രാണ്. അതെ, അപ്പം ബസരി വിഷ്വൽ വരുന്നത് ഖിറാഅയിലാണ് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അൽ ഖുദ്റത്തു അലാ അതൊന്നുകൂടെ വിശദീകരിക്കോ? മൻതൂക്ക വരുന്നത് ഇസ്തിമായില്, മൻതൂക്ക വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇസ്തിമ എന്ന് പറഞ്ഞാല് അല്ല ഖുദ്റത്തു അലാ ഫഹ്മി അൽ ലുഗത്തുൽ മൻതൂക്ക, ഉച്ചരിക്കപ്പെട്ടത് മനസ്സിലാക്കുന്ന ആ ഒരു സ്കില്ലാണ് ഇസ്തിമാ. എന്നാൽ ഖിറാ എന്ന് പറഞ്ഞാല് ഖുദ്റത്തു അലാ ഫഹ്മി അൽ ലുഗത്തുൽ മക്തൂബ, എഴുതപ്പെട്ടത് മനസ്സിലാക്കുന്ന. ഇപ്പൊ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതപ്പെട്ട ഒരു വസ്തു വായിക്കല്ലേ, മനസ്സിലാക്കല്ലേ? അതെ, അതാണ് ഖിറാ. മക്തൂബ ആണെങ്കിൽ അത് ഖിറാ, മൻതൂക്ക ആണെങ്കിൽ അത് ഇസ്തിമാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അൽ ഖുദ്റത്തു അലാ തൗലീഫി അൽ മഹാറാത്തു ലഫ്ലിയ വസൗത്തിയ ലിത്തവാസുലി തുസമ്മ. അത് ഇസ്തിമാ ആണോ, അതോ തഹദ്ദുസ് ആണോ, കിതാബാണോ,
അല്ലെങ്കിൽ ജമിയോ മാതുക്കറത് ഏതാണ്? ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വേർഡ് മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ തവാസുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? തഹദ്ദുസ്. അതെ, തഹദ്ദുസ്. കമ്മ്യൂണിക്കേഷന് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? തഹദ്ദുസ്. തഹദ്ദുസ് അല്ലേ? അതെ. അപ്പൊ നമ്മൾ അത് നോക്കിയാൽ മതി. സൗത്തിയ, ലഫ്ലിയ, സൗത്തിയ, പിന്നെ അതേപോലെ ഇവിടെ തവാസുൽ ഒന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൽ ഏതാണ്? തഹദ്ദുസ് ആണ്, സ്പീക്കിംഗ് ആണ്. പിന്നെ വരുന്നത് അൽ കിതാബത്ത് മിൻ മഹാറാത്തി ലുഹത്തി. കിതാബത്ത് റൈറ്റിംഗ് ഏത് സ്കില്ലിൽ പെട്ടതാണ്? പ്രൊഡക്റ്റീവ് ആണോ, റിസപ്റ്റീവ് ആണോ? അതേതാണ്? ബി. ബി ആണ്, മഹാറാത്ത് ഇൻതാജ്. അപ്പൊ ഇതിൽ നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റീഡിങ്ങിന്റെ ടൈപ്പ് മനസ്സിലാക്കുക, പിന്നെ അതേപോലെ ഈ ഒരു ഇനങ്ങളും മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ഇസ്തിഖ്ബാലിൽ പെടുന്നത് ഖിറാ, ഇസ്തിമാ ആണ് വരുന്നത്. പിന്നെ ഇൻതാജിൽ വരുന്നതാണ് കിതാബ, ഖിറാ, കിതാബ, പിന്നെ തഹദ്ദുസ് വരുന്നത്. പിന്നെ അത് മനസ്സിലാക്കുന്നതാണ്. അതിൽ ഒന്നാമത് ഈ റിസപ്റ്റീവ് സ്കില്ല് നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന സ്കില്ലാണ്. ഇപ്പൊ നമ്മൾ ഈ 4 സ്കില്ലിൽ ഏതിലൂടെയാണ്? ഇപ്പൊ കേൾക്കുന്നതിലൂടെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാം, പിന്നെ അതേപോലെ തന്നെ വായിക്കുന്നതിലൂടെയും പഠിക്കാം. മറിച്ച് നമ്മൾ എഴുതുന്നതിലൂടെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയല്ലേ എഴുത്തും അതേപോലെ തന്നെ തഹദ്ദുസും വരുന്നത് അല്ലെ? അപ്പൊ അതാണ് പ്രൊഡക്റ്റീവ്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് റിസപ്റ്റീവ് വരുന്നത്. അപ്പൊ ഇതിൽ ആൻസർ മഹാറാത്തുൻ ഇൻതാജിയ. ടീച്ചർ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് രീതിയിൽ പറഞ്ഞാല് വേഗം മനസ്സിലായിക്കോളും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് കേട്ടറ്റ് 3 സെപ്റ്റംബറും പിന്നെ അതേപോലെ കേട്ടറ്റ് 4 ജനുവരിയിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അൽ കിതാബ്. പിന്നെ വരുന്നത് മിമ്മല യുലായിമു ബി മഹാറാത്തി തഹദ്ദുസ്. സ്പീക്കിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? അത്താബീർ അൽ വാലിഹ് ആണോ? അതായത് അതേപോലെ ഇസ്തിഖ്ദാമുൽ കലിമാത്തുൻ മുഅക്കദ, പിന്നെ ഇസ്തിഖ്ദാമു നമാദിജ് വൽ അംസില, പിന്നെ മുറാത്തു ഹർക്കത്തുൽ യദൈനി വൽ ജിസ്മ. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടില്ലേ? അതെ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ബി അല്ലേ ആൻസർ? ബി ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തഹദ്ദുസ് സ്പീക്കിംഗ് ആവുമ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് മാറ്റി വരും. അവിടെ നമ്മൾ അവർക്കണ്ട് ക്ലിയർ ആവണം. പിന്നെ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ ഇതാക്കുക. പിന്നെ അതേപോലെ തന്നെ അഥവാ സ്യൂട്ടബിൾ ആയിട്ടുള്ള എയ്ഡ്സ്, അതേപോലെ തന്നെ നമ്മളെ ബോഡി മൂവ്മെന്റ്, പിന്നെ അംസിലകള്, എക്സാമ്പിൾസും മോഡൽസും ഒക്കെ ഉപയോഗിക്കുക. അതിലൂടെ ആ ഒരു മഹാറത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്ന ഇഖ്തർ മിനൽ ആതിയത്തിൽ മഹാറാത്തുൽ ഇൻതാജിയ ലുഗവിയ. ഇത് മുന്നേ വന്ന ക്വസ്റ്റ്യൻ ആണ്. അൽ ഇൻതാജിയ ലുഗവിയ. പ്രൊഡക്റ്റീവ് സ്കിൽസ് ഏതാണ്? പ്രൊഡക്റ്റീവ് മഹാറത്ത് കിതാബ. ഇത് മറിച്ചും തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാറത്തുൽ കിതാബ. പിന്നെ ലൈസ മിൻ മഹാറാത്തിൽ ഖിറാഅ അൽ ജഹ്രിയ. ലൗഡർ റീഡിങ്ങിന്റെ സ്കിൽസിൽ പെടാത്തത് ഏതാണ്? സൗത്തുൻ അഖല മിനൽ മുഖ്താദ്. അതായത് സാധാരണ ഉള്ള സൗണ്ടിനേക്കാൾ ഉച്ചത്തിൽ വായിക്കുക, അതാണോ? അല്ലെങ്കിൽ ഖിറാഅത്തു സ്വഈഹ, അതായത് കറക്റ്റ് റീഡിങ്, അല്ലെ ഖാലിയത്തു മിനൽ അഖ്താ, അതായത് എറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല റീഡിംഗ് ആണോ? പിന്നെ തേർഡ് ഇഹ്റാജുൽ ഹുറൂഫ മിൻ മഹാരിജിഹ. പിന്നെ ഫോർത്ത് വരുന്ന അൽ ഇൽത്തിദാമു ബി മവാളിൽ വഖഫി സ്വഈഹ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് അതെ, മുഹത്താദാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ലൗഡർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ സൗണ്ടിൽ വായിക്കുക എന്നല്ല അതിനോട് ഉദ്ദേശം. കുറച്ച് സൗണ്ടിൽ വായിക്കുക, അതോടൊപ്പം മഹ്റജ് നോക്കണം. പിന്നെ അതേപോലെ തന്നെ തെറ്റുകൾ വരാൻ പാടില്ല, ക്ലിയർ ആവണം. പിന്നെ വഖഫ് നിർത്തേണ്ട സ്ഥലത്തൊക്കെ നിർത്തി ആ ഒരു വൃത്തിക്ക് വായിക്കുന്ന പ്രോസസ്സാണ് അൽ ഖിറാഅത്ത് അൽ ജഹ്രിയ. പിന്നെ അത്തഹദ്ദുസ് മഹാറത്തുൻ ലുഗവിയ്യത്തുൻ. അത് ഏതാണ്? തഹദ്ദുസ് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഇസ്തിഖ്ബാലാണോ, ഇൻതാജിയാണോ, സ്വൽബിയാണോ? ഇൻതാജിയ. തഹദ്ദുസ് ഇൻതാജിയാണ്. തഹദ്ദുസും കിതാബയും ഇൻതാജിയാണ്.
പിന്നെ അവല് മഹാറത്തുൻ ലോവിയത്തുൻ തൊബൈയ്യ, അതേതാണ്? അവല് മഹാറത്തുൻ ലോവിയത്തുൻ തൊബൈയ്യ ഇസ്തിമ ആണ്. LSRW ആണ്. അത് നമ്മൾ ആ ഒരു ഓർഡർ അതേപോലെ നമ്മൾ ഓർത്തക്കണം. ഓർഡർ തെറ്റിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ് ആണ്, പിന്നെ റീഡിംഗ് ആണ്, പിന്നെ റൈറ്റിംഗ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്കില്ല് ഇസ്തിമ, സെക്കൻഡ് പിന്നെ അസാനിയത്ത് മിൻ മഹാറത്തിൽ ഓത്തി, ഇതേതാണ്? തഹദ്ദുസ് അല്ലേ? കിതാബ ഖിറാഅ. പിന്നെ ലൈസത്ത് മിൻ മഹാറത്തി അത്തഹദ്ദുസ്, തഹദ്ദുസ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? സ്പീക്കിങ്ങിന്റെ ഇതിൽ ഒന്ന് തഹ്സീനുൽ ഖുവത്തുൽ ലഫ്ലിയാണോ, ഇഅ്തിബാർ വഖ്തുൽ തഹദ്ദുസ് ആണോ, ഇഅ്ദമു ഇഅ്തിബാറുൽ മുത്തഹദ്ദിസ് ആണോ, ഇസ്തിഖ്ദാമു ലോത്തുൻ ഖാസ, ഇതിൽ ഏതാണ്? അതിന്റെ ഓപ്ഷൻസിന്റെ മീനിങ് തഹ്സീനുൽ ഖുവത്തുൽ ലഫ്ലിയ ആ ഒരു വേർഡ്സിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. പിന്നെ അതേപോലെ ഇഅ്തിബാർ വഖ്തു തഹദ്ദുസ്, പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു സ്പീക്കിംഗ് ടൈം നമ്മൾ നോക്കുക. പിന്നെ മൂസി വരുന്ന അതമ ഇഅ്തിബാറുൽ മുത്തഹദ്ദിസ്, സ്പീക്കറെ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുക. പിന്നെ ഫോർത്ത് വരുന്നത് ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. ഇതിൽ ഏതാണ് തഹദ്ദുസുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? അതെ, അതമു സി ആണ് ഓപ്ഷൻ. അതമു ഇഅ്തിബാറുൽ മുത്തഹദ്ദിസി ആണ് വരുന്നത്. നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ടൈം നോക്കണം, ആ ഒരു സിറ്റുവേഷൻ നോക്കണം, പിന്നെ അതേപോലെ തന്നെ സ്പീക്കറെയും നമ്മൾ പരിഗണിക്കണം. പിന്നെ മിൻ ഒയൂബി അൽ ഖിറാഅത്തു വസ്സാമിത, സൈലന്റ് റീഡിങ്ങിന്റെ ഒയൂബിൽ ന്യൂനതയിൽ പെട്ടത് ഏതാണ്? ഇക്തിഷാഫു അൽ ഒയൂബ ബിന്നുത്തുക്കിയാണോ, റുബത്തു തഹദ്ദുസ് അമാമ ജമാഅത്തിനാണോ, അന്നുത്തുഖു ബിശക്ലിൻ സ്വഹീഹിനാണോ, ഹുസ്നുൽ ഇൽഖാഉ അമാമൽ ജമാഅത്ത്, ഇതിലേതാണ് സൈലന്റ് റീഡിങ്ങിന്റെ ന്യൂനതയിൽ പെട്ടത് ഏതാണ്? ഇതേതാണ്? ആൻസർ ഏതാണ്? ബി അല്ലേ? ബി ആണ്. കാരണം ആ ഒരു ജമാഅത്തിന്റെ മുന്നിൽ നമുക്ക് സംസാരിക്കാൻ ഒരു പേടി, അതാണ് ഈ ഒരു സൈലന്റ് റീഡിങ്ങിന്റെ ന്യൂനതയിൽ പെട്ടത്. പിന്നെ വരുന്നത് അൽ ഖിറാഅത്തുൻ തഖൂമു അലാ നുത്ഖി ബിൽ ഹുറൂഫി വഇഖ്റാജിഹ മിൻ മഖാരിജിഹ, നമ്മൾ മനസ്സിലാക്കുക നുത്ഖ ബിൽ ഹുറൂഫി വഇഖ്റാജിഹ മിൻ മഖാരിജിഹ, അത് ഏത് സ്കില്ലാണ്, ഏത് റീഡിംഗ് ആണ്? ജഹരിയ. മഹ്റജ് വരുമ്പം അത് ജഹരിയാണ് വരുന്നത്. ഐനൈന് വരുമ്പോ അത് സ്വാമിത്താണ്. പിന്നെ അതെ, പിന്നെ വരുന്നത് ഇഖ്തർ അത്തർതീബ ലസിഹ ഫിൽ മഹാറാത്തിൽ അർബഅ മബ്നിയൻ അല അസാസി തദ്രീസ് ലുഅ, ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 4 സ്കിൽസിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? ഇതിലേതാണ്? ഡി ആണോ? നമ്മൾ ഓർക്കുക LSRW. ഫസ്റ്റ് ലിസണിങ് അല്ലെ ഇസ്തിമാ, സെക്കൻഡ് വരുന്നത് സ്പീക്കിംഗ് അത്തഹദ്ദുസ്, തേർഡ് വരുന്നത് റീഡിങ് അൽ ഖിറാഅ, ഫോർത്ത് വരുന്നത് റൈറ്റിംഗ് കിതാബ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. പിന്നെ അൽ ഖിറാഅത്തു അൽ ജഹരിയ തതതല്ലബു മിൻ ഖിറാഅത്തിൻ സ്വാമിത, അതായത് ജഹരിയ ലൗഡർ റീഡിങ് സ്വാമിത്തയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? വക്തുൻ അത്തൂലാണോ, മുറാഅത്തുൽ ലവാബിത്താണോ, നബ്രത്തു സൗത്താണോ, ജമിയോ മാദക്കർ, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാം വരും. നെബ്രത്ത് സൗത്ത് എന്ന സൗണ്ടിലെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവൂലേ? ചില ടൈമിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സൗണ്ട് കുറച്ച് പറയണം, ചിലത് കൂടി പറയേണ്ടി വരും. ഏറ്റ വ്യത്യാസങ്ങൾ എന്ന് പറയില്ലേ? അപ്പം ഈ ഒരു കിറാത്തും സ്വാമിത്തും കിറാത്തും ജഹരിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒന്ന് കിറാത്തും ജഹരിയക്ക് കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും, പിന്നെ അതേപോലെ തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വായിക്കേണ്ടി വരും, പിന്നെ അതേപോലെ സൗണ്ടിന്റെ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതൊക്കെ കിറാത്തും ജഹരിയന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ ഡി ആണ്. ജഹരി അല്ല ടീച്ചർ. ജഹരി ജഹരിയന്റെ സ്വാമിത്ത എന്ന് പറയുമ്പോ നമ്മള് സ്വാമിത്ത നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മിനൽ ഖിറാഅത്തി സ്വാമിത്ത എന്ന് പറഞ്ഞാൽ സ്വാമിത്തയിൽ നിന്ന് മറ്റേതിന്റെ വ്യത്യാസം. ഓക്കെ, മറ്റേത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. അതെ, അത് മനസ്സിലായോ?
മനസ്സിലായി ടീച്ചറെ. അപ്പൊ നമ്മള് ഈ ഒരു മഹാറാത്ത് ലോയിൽ നമ്മള് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു കറക്റ്റ് ഓർഡർ നമ്മൾ മനസ്സിലാക്കുക. LSRW ഫസ്റ്റ് ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ് ആണ്, പിന്നെ റീഡിംഗ് ആണ്, പിന്നെ റൈറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത് അതിന്റെ ആ 2 ടൈപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മഹാറത്തുൽ ഇസ്തിഖ്ബാലും ഉണ്ട്, രണ്ടാമത്തെ ടൈപ്പ് മഹാറത്തുൽ ഇൻതാജിയാണ്. ഇസ്തിഖ്ബാലും പറഞ്ഞാൽ റിസപ്റ്റീവ് സ്കില്ലാണ്. നമ്മൾ ലാംഗ്വേജ് ഈ 4 സ്കില്ലില് നമ്മൾ ലാംഗ്വേജ് റിസീവ് ചെയ്യുന്ന സ്കിൽസുകളാണ്. അതേതാണ്? നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മൾ ലാംഗ്വേജ് റിസീവ് ചെയ്യും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ വായിക്കുന്നതിലൂടെയും റിസീവ് ചെയ്യും. എന്നാൽ കിതാബ് എഴുതുന്നതിലൂടെ നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയൂല, അതേപോലെ സ്പീക്കിങ്ങിലൂടെയും റിസീവ് ചെയ്യാൻ കഴിയൂല. മറിച്ച് അവിടെ നമ്മൾ നമ്മൾ ഇതിലൂടെ പഠിച്ച് നമ്മൾ അതിലൂടെ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പം ആ ഒരു കിതാബയും തഹദ്ദുസും വരുന്നത് ഇൻതാജിയിലാണ് വരുന്നത്, പ്രൊഡക്റ്റീവ് സ്കിൽസിലാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ മൻതൂക്ക എന്ന് കണ്ടാല് അൽ ഖുദ്റത്തുൽ ഫഹ്മി ലോത്തുൻ മൻതൂക്ക, അത് ഏതാണ്? ഇസ്തിമ ആണ് വരുന്നത്. പിന്നെ മക്തൂബ റിട്ടേൺ ചെയ്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്? ഖിറാഅത്ത് ആണ് വരുന്നത്. പിന്നെ നമ്മൾ 4 ടൈപ്പ്, അതിൽ ആ ഒരു ഖിറാഅത്തും ജഹരിയും ഖിറാഅത്തും സാമിത്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. ജഹരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഒരു കുറച്ച് സൗണ്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് തെറ്റുകൾ കൂടാതെ മഹ്റജോട് കൂടിയിട്ട് വായിക്കുന്ന വായനയാണ് ഖിറാഅത്തുൻ ജഹരിയ. എന്നാൽ സ്വാമിത എന്ന് പറഞ്ഞാൽ അവിടെ തീരെ സൗണ്ട് ഉണ്ടാവില്ല, കണ്ണുകൾ കൊണ്ട് മാത്രം വായിക്കുന്ന, അതാണ് സൈലന്റ് റീഡിങ് വരുന്നത്. പിന്നെ മുഖസഫ മുവസ ഒന്ന് ക്ലാസ് റൂമിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. നമ്മൾ LP തലം ആലോചിച്ചാൽ മതി. LPയിൽ ടീച്ചേഴ്സ് കുട്ടികളെ ഉറക്കെ വായിപ്പിക്കും. അതെന്താണ്? അവിടെ കുട്ടികളിൽ ആ ഒരു സ്കില്ല്, ആ ഒരു ലൗഡർ റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ കാര്യങ്ങൾ മഹ്റജൊക്കെ വ്യക്തമാക്കാനാണ്. അതാണ് ഇന്റൻസീവ് റീഡിങ്. എക്സ്റ്റെൻസീവ് നമ്മൾ ടീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ് ക്ലാസ് റൂമിന്റെ പുറത്തില്. പിന്നെ അതിന്റെ ഒരു ജനറൽ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കാനാണ് അത് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. പിന്നെ നമ്മൾ നോക്കുക, സ്പീക്കിംഗ് ആവുമ്പോൾ നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. പിന്നെ അവിടെ സമയവും അതേപോലെ സ്പീക്കർ എല്ലാം നമ്മൾ പരിഗണിക്കണം. പിന്നെ ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയി വന്നത്. PYQ നോക്കുമ്പോഴും ഈ ഒരു ഏരിയാസ് ആണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അസ്സലാമു അലൈക്കും.